പറക്കാൻ, പ്രത്യേകിച്ചും ആകാശത്ത് പറക്കാൻ ആരുടെയും അനുമതി വേണ്ട എന്നാണ് ശശി തരൂർ MP കോൺഗ്രസിന് നൽകിയിരിക്കുന്ന മറുപടി. കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച MPയുമായ തരൂർ, 2 പ്രാവശ്യം UPA സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രമന്ത്രിയായ തരൂർ, പ്രതിസന്ധികളിലെല്ലാം തരൂരിനെ സംരക്ഷിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ആദ്യം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും സ്ഥാനാർത്ഥിയാക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതും എല്ലാം കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോഴാകട്ടെ കഴിഞ്ഞ കുറേ കാലമായി മോദിയുടെ 3ാം ഊഴം സംഭവിച്ചതോടുകൂടി മോദിയെ പുകഴ്ത്തുന്ന ഒരാളായി, BJP സർക്കാരിനെ പുകഴ്ത്തുന്ന ഒരാളായി ശശി തരൂരിനെ പോലെ ബുദ്ധിയും വായനയുമെല്ലാം ഉള്ള ഒരാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചതോടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ പ്രശംസ ആരംഭിച്ചത്. അപ്പോൾ തീവ്രവാദി ആക്രമണങ്ങളെ ചെറുക്കാനും തോൽപ്പിക്കാനും മോദി സർക്കാരിന് കഴിഞ്ഞു, അപ്പോൾ രാജ്യ താൽപ്പര്യങ്ങൾ മോദി ഉയർത്തിപ്പിടിക്കുന്നു എന്ന മട്ടിലായിരുന്നു ആദ്യ പ്രതികരണം. പിന്നീട് കോൺഗ്രസ് പാർട്ടി പോലും അറിയാതെ ലോകരാജ്യങ്ങളിലേക്കുള്ള ദൗത്യ സംഘങ്ങളിൽ തരൂരിനെ BJP സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് ഉൾപ്പെടുത്തുകയായിരുന്നു. ഇപ്പോഴാകട്ടെ ഏറ്റവും ഒടുവിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം വീണ്ടും വിദേശ രാജ്യങ്ങളിലേക്ക് മോദിയുടെ പ്രത്യേക ദൗത്യവുമായി, എന്താണ് ദൗത്യം എന്ന് പറയാതെ സഞ്ചരിക്കാൻ പോയതാണ് വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. അപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്, ആകാശത്ത് പറക്കാൻ ആരുടെയും അനുമതി വേണ്ട, പക്ഷേ ഭൂമിയിലല്ലാതെ ഒരു മനുഷ്യന് നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മറക്കരുത്. നിലപാട് തറ മറന്നുകൊണ്ടുള്ള ഒരു പറക്കൽ എത്ര അപകടകരമാണ്. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾ തന്നെ സൂര്യനടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവ കരിഞ്ഞു പോകും. അത് കഴുകനായാലും അതുപോലെ എത്ര ശക്തിയുള്ള പക്ഷികളായാലും. അതുപോലെ തന്നെ പറക്കാൻ കഴിയുന്ന പക്ഷികളൊന്നും തന്നെ സ്വന്തം കൂട്ടിൽ വിസർജിക്കാറില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും തരൂരിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഒരു പാർട്ടി അംഗമായ, ആ പാർട്ടിയുടെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂർ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പാർട്ടി പ്രസിഡന്റ് ഖഡ്ഗെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ഈ താൻ പോരിമ സ്വാർത്ഥതയിൽ കുറഞ്ഞ മറ്റൊന്നല്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം BJPയിലേക്കല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. BJPയിലേക്ക് പോയില്ലെങ്കിലും അദ്ദേഹം മോദിയുടെ സഹായത്തോടുകൂടി ഉറപ്പായും ഒരു ഉന്നത തസ്തികയിലേക്ക് വരാനുള്ള കരുനീക്കങ്ങളാണ് നടത്തുന്നത്. UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഒരു വട്ടം UN സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ മോദിയുടെ സ്വാധീനം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധിയായി വരാനിരിക്കുന്ന UN സെക്രട്ടറി ജനറൽ മത്സരത്തിൽ അദ്ദേഹം ഒരു മത്സരം ഉറപ്പാക്കാനും അങ്ങനെ വിജയം നേടിയെടുക്കാനും ഉള്ള ഒരു ശ്രമമാണോ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തരൂർ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ വൈകി എന്ന് തന്നെ പറയണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അച്ചടക്ക ലംഘനം നിരന്തരമായി നടത്തുന്ന ഒരു നേതാവ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര സമുന്നതനാണെങ്കിലും അദ്ദേഹത്തെ കയറൂരി വിടുന്നത് ഒരു പാർട്ടിക്കും ഗുണകരമാവില്ല. എന്തായാലും തരൂർ ഓർക്കേണ്ട ഒന്നുണ്ട്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, അവർ അദ്ദേഹത്തിന് വേണ്ടി ഒഴുക്കിയ വിയർപ്പ്, അദ്ദേഹത്തെ 4 വട്ടം വിജയിപ്പിച്ച ആ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മറക്കുന്നത് നന്ദികേടാണ് എന്ന് പറയാതിരിക്കാനാവില്ല.